നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂഞ്ഞാറിൻ്റെ മുൻ MLA ആണ് PC ജോർജ്. അദ്ദേഹം ജനപക്ഷം പാർട്ടിയുടെ തലവൻ കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ മത്സരിച്ചേക്കാൻ സാധ്യതയുണ്ടെന്ന് നിരവധി വാർത്തകൾ കുറച്ച് നാളുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനായിട്ട് PC ജോർജ് BJPയിൽ ചേർന്നേക്കുമെന്നും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ജനപക്ഷം BJPയിൽ ലയിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറേ നാളായി NDAയ്ക്കൊപ്പം പോകുന്ന ജനപക്ഷം BJPയുടെ ഭാഗമായേക്കും എന്നാണ് വിവരം. BJP കേന്ദ്ര നേതൃത്വവുമായി PC ജോർജ് ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇടതുമുന്നണിയിലെ UDFലും മാറി മാറി ഭാഗവാക്കായിരുന്ന PC ജോർജിൻ്റെ പാർട്ടിയെ കഴിഞ്ഞ കുറേ നാളായി രണ്ട് മുന്നണികളും സ്വീകരിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. തുടർന്നാണ് NDAയുടെ ഭാഗമായി ജനപക്ഷം പാർട്ടിയുമായി PC ജോർജ് മുമ്പോട്ട് പോയത്. എന്നാൽ മുന്നണിയിൽ ജനപക്ഷവുമായി നിൽക്കുന്നതിലെ വിശ്വാസ്യതയെ BJPയിലെ സംസ്ഥാന നേതാക്കൾ ചോദ്യം ചെയ്യുകയും PC ജോർജ് BJPയിൽ അംഗത്വമെടുക്കണമെന്ന നിലപാട് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തതായിട്ടാണ് വിവരം. സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ അടക്കമുള്ളവർ ജനപക്ഷത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തതോടെ BJPയിൽ ചേരാൻ PC ജോർജിന് സമ്മർദ്ദമുണ്ടാകുകയുമായിരുന്നു. ഇതോടെ തൻ്റെ പാർട്ടിയായ ജനപക്ഷം പിരിച്ചുവിട്ട് BJPയിൽ ചേരാൻ നിർബന്ധിതനായതായി റിപ്പോർട്ടിൽ പറയുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള സാധ്യതയും കുറച്ച് നാളായി പാർട്ടിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇക്കാര്യത്തിൽ PC ജോർജോ ജനപക്ഷം പാർട്ടിയോ ഔദ്യോഗികമായി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. കാരണം PC ജോർജിന് ഈ BJPയിലേക്ക് വരുമ്പോൾ ഈ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് സമാഹരിക്കാൻ കഴിയും എന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പത്തനംതിട്ട ഈ ശബരിമലയുടെ ഒരു പ്രതിച്ഛായ ഉള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് അവിടെ ഉണ്ണി മുകുന്ദനെ ഇറക്കണമെന്നാണ് പാർട്ടി ആലോചിക്കുന്നത്. അവിടെ അല്പം വിജയസാധ്യത പാർട്ടി കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ പത്തനംതിട്ടയിൽ നിന്ന് PC ജോർജിനെ അങ്ങനെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് PC ജോർജിനെ രാജ്യസഭാ അംഗമാക്കാനുള്ള സാധ്യതയും തെളിയുന്നുണ്ട്. അതാണ് കൂടുതൽ സാധ്യത. കാരണം കേന്ദ്രമന്ത്രി V മുരളീധരൻ്റെ രാജ്യസഭാ അംഗത്വം ഈ അടുത്ത മാസത്തോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ V മുരളീധരൻ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിനൊക്കെ ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം വന്നാൽ മതി. ഇവിടെ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാജ്യസഭയിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്.